നമ്മളെ കുറേ പേര് തളർത്തി. അതുകൊണ്ട് അവരോടുള്ളൊരു റിവെഞ്ചൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വ്യക്തിപരമായി ഭയങ്കര ഒരു യുദ്ധമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകുമ്പോഴാണ് നമ്മൾ വല്ലാണ്ട് തളർന്നു പോകുന്നത്. എനിക്ക് നഷ്ടപ്പെടാൻ എന്തൊക്കെ അതെ ഉള്ളത് അതെ നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട്. ചുറ്റും പലരും നമ്മളിങ്ങനെ നിൽക്കും. സബ് നിസ്സാര മാർക്കിനാണ് പോയത്. പക്ഷെ കുറച്ചുകൂടി അധികം മാർക്കിനാണ് പോയത്. അപ്പം അത് സത്യത്തിൽ സബ് എഞ്ചിനീയർ കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. എന്നിട്ട് പോലും പുറകോട്ട് പോവുകയുണ്ട്. അപ്പം ആ സ്ട്രാറ്റജീൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നത് ആ 2 പരാജയങ്ങളോടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രിപ്പറേഷൻ്റെ ഒരു 100% എടുത്താൽ ഒരു 60% നമ്മൾ റിവിഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ് 60% എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫോറിൻ്റെ ക്ലാസ്സുകൾ, അതായത് എൻവയോൺമെന്റ്, IT, മറ്റ് നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് വന്നവരായിരുന്നു പല കാൻഡിഡേറ്റ്സും. അന്ന് അത് അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായിരുന്നു. പക്ഷേ സ്കോറിന്റെ എൻവയോൺമെന്റിൽ IT, സയൻസ്, GK ഈ നോൺ ടെക്നിക്കൽ സബ്ജക്റ്റിന്റെ സെക്കൻഡ് ടയറിലുള്ള ക്ലാസ്സുകളായിരുന്നു ഞാൻ കേട്ടത്. അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ആ നോട്ട് മാത്രമാണ് സത്യത്തിൽ പഠിച്ചിരുന്നത്. RRB JEE ഇതിന് തൊട്ട് മുന്നേ വിളിച്ചത് 2018 ആ സമയത്ത് ടെക്നിക്കൽ ആയാലും നോൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ വളരെ വൺ വേർഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അങ്ങനെ ഒരു പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ തവണ വന്നത്. പക്ഷെ നമ്മളത്ര എനിക്കൊന്ന് സ്കോറിന്റെ സ്റ്റുഡൻസ് ആരും ആ ഒരു രീതിയിൽ മാത്രം പഠിച്ചവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു SSC ലെവലിലേക്ക് ഇത് മാറാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു. 1ഉം 2ഉം കഴിഞ്ഞുള്ള മൂന്നാമത്തേക്ക് റിവിഷൻ ആകുമ്പോഴുള്ള ബോറടി മാറ്റാനുള്ള ഒരു ടെക്നിക്കായിട്ട് ആലോചിച്ചത്, നമ്മുടെ ആദ്യത്തെ റിവിഷൻ തന്നെ നമ്മുടെ വോയിസ് നമ്മുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് പിന്നെയുള്ള റിവിഷനിങ് അത് പാരലി കേട്ടുകൊണ്ട് റിവൈസ് ചെയ്യുന്നത് നമ്മുടെ 3ാമത്തെ 4ാമത്തേക്കുള്ള റിവിഷന്റെ ടൈം വളരെ കുറയ്ക്കും എന്ന് തോന്നിയിട്ടുണ്ട്. പലർക്കും മിസ്റ്റേക്ക് നമുക്കൊന്നിപ്പോൾ എനിക്ക് തന്നെ പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്, എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് അറിയാത്ത രീതിയിൽ അതിനെ നേരിടുക എന്നുള്ളതാണ്. അത് ഒരിക്കലും ചെയ്യരുത് തോന്നിയിട്ടുണ്ട്. എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, അതിൽ നമ്മളെ ഇൻപുട്ട് എത്രത്തോളം ആവണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയം നിശ്ചയിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ സെൽഫ് കോൺഫിഡൻസ് തകർക്കുന്ന സത്യത്തിൽ നമുക്ക് പറ്റുന്ന ലൂപ്പ് ഹോൾസ് ആണ്. പക്ഷേ ഈ ലൂപ്പ് ഹോൾസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും.